ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കേരള സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമം ഇന്ന് പമ്പാ നദിയുടെ തീരത്ത് അരങ്ങേറുകയാണ്. അതിലെ പ്രധാന കാർമ്മികനായിട്ട് നമ്മുടെ മന്ത്രി വാസവനുണ്ട്. പിന്നെ വാവര് സ്വാമിയുടെ റോളിൽ മന്ത്രി റിയാസുണ്ട്. ധർമ്മശാസ്താവിൻ്റെ അവതാര പുരുഷനായ കലിയുഗ വരദനായ കാർമേഘവർണ്ണനായ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുണ്ട്. ഇവരൊക്കെ ഉണ്ട്. പിന്നെ SNDPയുടെ പിന്തുണയുണ്ട്, NSSൻ്റെ പിന്തുണയുണ്ട്, കേരള പുലയ മഹാസഭയുടെ പിന്തുണയുണ്ട്, ധീവരസഭയുടെയും വിശ്വകർമ്മ സഭയുടെയും ബാക്കി എല്ലാ സഭകളുടെയും കാത്തോലിക സഭയുടെ വരെ ആ പിന്തുണ ഈ സംഗമത്തിലുണ്ട്. ശബരിമല അയ്യപ്പൻ്റെ ടൈം ബെസ്റ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. അയ്യപ്പസ്വാമി എന്നോട് കോപിക്കയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതുവരെ ശബരിമലയ്ക്ക് പോകാത്ത ആളാണെങ്കിലും ഈ അയ്യപ്പ സംഗമത്തിന് എൻ്റെ എല്ലാ വിധത്തിലുള്ള പിന്തുണയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ അതൊന്നുകൂടി പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, നിത്യബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പാലക്കാട് MLA, മറ്റൊരു ബ്രഹ്മചാരിയായിരിക്കുന്ന ധീരേന്ദ്ര ബ്രഹ്മചാരിയുടെയൊക്കെ വംശപരമ്പരയിൽപ്പെട്ട നിത്യബ്രഹ്മചാരിയായ രാഹുൽ മാങ്കൂട്ടം കെട്ട് നിറച്ച് ഇരുമുടി കെട്ടുമായി ശരണം വിളിച്ച് മല കയറിയത്. അദ്ദേഹം പത്തനംതിട്ട ജില്ലക്കാരനാണ്. അയ്യപ്പനും പത്തനംതിട്ട ജില്ലക്കാരനാണ്. അങ്ങനെ ശബരിമല ചവിട്ടിയ നിത്യബ്രഹ്മചാരിയെ കണ്ട് അയ്യപ്പസ്വാമി 2 കൈ കൂപ്പി തൊഴുതു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ദർശനം കഴിഞ്ഞു. പിന്നെ പിണറായി വിജയൻ്റെ നവോത്ഥാന പോരാളിയും സാമൂഹ്യ പരിഷ്കർത്താവും മുലമുറിച്ച നങ്ങിലിയുടെ കഥ പറഞ്ഞ് നമ്മളെയൊക്കെ ആവേശഭരിതരാക്കിയ ധീര വിപ്ലവകാരിയുമായ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ വിപ്ലവ കേരളത്തിൻ്റെ വിപ്ലവപുത്രൻ, അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ നിരവധി തവണ തെരഞ്ഞെടുപ്പ് ജയിച്ച പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്ന, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിലും മിച്ചമൂല്യ സിദ്ധാന്തത്തിലും അതുപോലെ വർഗ വിശകലനത്തിലും എല്ലാം വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന അദ്ദേഹം കറുപ്പ് വസ്ത്രം ധരിക്കാതെ കറുപ്പ് കണ്ടാൽ ഹാലിളകുന്ന അദ്ദേഹം ഇതാ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയിരിക്കണം. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും ഭക്തന്മാരുണ്ട്, പിന്നെ ആന്ധ്രയിൽ നിന്നുണ്ട്, തെലങ്കാനയിൽ നിന്നുണ്ട്, കർണാടകത്തിൽ നിന്നുണ്ട്. അങ്ങനെ അയ്യപ്പ സംഗമം ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും ദക്ഷിണേന്ത്യക്കാരുടെയൊക്കെ ഒരു ഹൃദയവികാരമായി മാറിയിരിക്കുകയാണ്. ഇത് വമ്പിച്ച വിജയം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് ഏവർക്കും ബോധ്യവും. ഭാവിയിൽ പിണറായി വിജയൻ അറിയപ്പെടുന്നത് തന്നെ അയ്യപ്പ സംഗമം നടത്തി ശബരിമല ധർമ്മശാസ്താവിന് ലോകമെമ്പാടും പ്രസിദ്ധി ഉണ്ടായിക്കൊടുത്ത, ശാസ്താവിനെ ലോകത്തിൻ്റെ പൊതു മുതലാക്കിയ, ശബരിമല എന്ന മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ ലിംഗസമത്വത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും മാതൃകയാക്കി മാറ്റിയ മഹാമനീഷി എന്ന പേരിലായിരിക്കും ഇദ്ദേഹം ചെയ്ത ബാക്കി എല്ലാ കാര്യങ്ങളും അവഗണിക്കപ്പെടുന്നതല്ല ഞാൻ പറഞ്ഞു. പക്ഷെ അത് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്ത കാര്യം, ശബരിമല തീർത്ഥാടനത്തിന് പുള്ളി ചെയ്തു കൊടുത്ത സേവനങ്ങൾ അത് എക്കാലവും അനുസ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ സെപ്റ്റംബർ 20 എന്ന ദിവസത്തിന് ചെറിയ വേറൊരു പ്രത്യേകതയുണ്ട്, അധികം പേർക്ക് അറിയില്ല. അതെന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് സെപ്റ്റംബർ 20 ഈ സംഗമം നടത്തുന്നതെന്ന് വെച്ചാൽ, മന്ത്രി വാസവൻ അത് കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന കോൺഗ്രസ് നേതാവും അതുപോലെ മുൻ MLAയുമായിരുന്ന നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ജന്മദിനമാണ്. 1946 45 ഈ സെപ്റ്റംബർ 20 പ്രയാർ ഗോപാലകൃഷ്ണൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ഈ ദിവസത്തിൽ തന്നെ ഈ അയ്യപ്പ സംഗമം നടക്കുന്ന കാണാൻ അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പമില്ല. ഞാൻ പ്രയാറിനെ ആദ്യമായിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത് ആലുവയിൽ വെച്ചാണ്. ആലുവയിൽ ഈ കോൺഗ്രസ്സുകാർ സാധാരണ ചായ കുടിക്കാൻ കയറുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ പേര് അന്നപൂർണ്ണ എന്നാണ്. അന്നപൂർണ്ണയിൽ വൈകുന്നേരം ഞാൻ ചായ കുടിക്കാൻ നിൽക്കുന്ന സമയത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ കടന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു, വർത്തമാനം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ശബരിമല കേസിന് വേണ്ടി ഡൽഹിക്ക് പോകാൻ വേണ്ടി വന്നതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്. അപ്പോൾ ശബരിമല കേസിൻ്റെ വാദം നടക്കുന്ന സമയമാണ്. അദ്ദേഹം പറഞ്ഞു, അന്ന് ആദ്യം ദീപക് മിശ്രയുടെ മുമ്പിൽ 3 അംഗ ബെഞ്ചിൽ വാദം നടക്കുന്ന സമയമാണ്. പിന്നീട് ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ജഡ്ജിമാർക്ക് സൽബുദ്ധി തോന്നാൻ വേണ്ടി ഇന്ന ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിപ്പിച്ചിട്ട് വരികയാണ്. ഇനി നമ്മുടെ വക്കീൽ വാദിക്കുമ്പോൾ തെറ്റ് വരരുതല്ലോ. അവിടെ പാരമ്പര്യം, ആചാരം അത് പാലിക്കപ്പെടണം. ആചാര ലംഘനം ഉണ്ടാകാൻ പാടില്ല.
അതിന് വേണ്ടിയിട്ട് വഴിപാട് കഴിപ്പിച്ചിട്ട് വരികയാണ്. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകും, വാദം കഴിഞ്ഞിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞ് പോയതാണ് നമ്മുടെ പ്രിയ സുഹൃത്ത്. അദ്ദേഹത്തിന് ഈ സർക്കാരുമായിട്ട് പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ആ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് പിരിച്ചുവിടും. അത് കഴിഞ്ഞിട്ടും അദ്ദേഹം വ്യക്തി എന്നുള്ള നിലയ്ക്ക് സുപ്രീം കോടതിയിൽ പോയി അതിൽ കക്ഷി ചേർന്നു. അദ്ദേഹം ഏതാണ്ട് മരണപര്യന്തം ഇതിന് വേണ്ടിയിട്ട് പോരാടി എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രയാറിൻ്റെ ചരമദിനത്തിലാണ്, അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലാണ് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളതെന്നുള്ളത് വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു മന്ത്രി വാസവൻ ഇത് അറിഞ്ഞുകൊണ്ട് ആ പ്രയാറിനോട് ചെയ്തു പോയ തെറ്റ്, അയ്യപ്പസ്വാമിയോട് ചെയ്തു പോയ തെറ്റിന് ഒരു പ്രായശ്ചിത്തമായിട്ടാണ്, പശ്ചാത്താപമായിട്ടാണ് ഇങ്ങനെ ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്ത് ഇതുപോലൊരു സംഗമം സംഘടിപ്പിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് സതീശനും ബാക്കി UDF എല്ലാവരും ഈ സംഗമം ബഹിഷ്കരിക്കാം, BJP-കാരും ബഹിഷ്കരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ആത്മാവ് തീർച്ചയായിട്ടും ഇന്ന് പമ്പയിലെത്തും. ഈ സർക്കാരിൻ്റെ പശ്ചാത്താപ പരിപാടി, പ്രായശ്ചിത്ത പരിപാടി കണ്ട അദ്ദേഹം പരലോകത്തിരുന്ന് ആനന്ദാശ്രു പൊഴിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രയാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരിൻ്റെ, എൻ്റെയും നിങ്ങളുടെയും സർക്കാരിൻ്റെ ഈ അയ്യപ്പ സംഗമം അതിഗംഭീരമായൊരു വിജയമാകാനായിട്ട് ഭഗവാൻ ധർമ്മശാസ്താവ് അവരെ സഹായിക്കട്ടെ. ഈ സംഗമം കേരള ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ രേഖപ്പെടുത്തുമാറാകട്ടെ. ഇതിന് ശേഷം ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് CPM-ൻ്റെ നേതൃത്വത്തിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽക്ക് തിരുവനന്തപുരം വരെയുള്ള ഒരു വമ്പിച്ച വനിതാ മതിൽ കൂടി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശബരിമല ധർമ്മശാസ്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാമി ശരണോയ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.